തിരുവനന്തപുരത്ത് ഈ അടുത്ത് നവീകരിക്കപ്പെട്ട ചർച്ചാണ് വലിയതുറ സെന്റ് ആന്റണീസ് ഫെറോന ചർച്ച്. ജാതിമത ഭേദമന്യേ എല്ലാ മതവിശ്വാസികളും വന്നു ചേരുന്ന ഒരു ചർച്ച് കൂടിയാണിത്. ഈ പള്ളിയുടെ അകത്തേക്ക് കയറി ചെല്ലുന്ന നിമിഷം തന്നെ മനസ്സിനൊരു പ്രത്യേക സമാധാനം അനുഭവപ്പെടും. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവിടെ എത്തുന്ന ഓരോ വ്യക്തിയുടെയും മുഖത്ത് പ്രതീക്ഷയും വിശ്വാസവും നമുക്ക് കാണാം. ഭാരപ്പെട്ടവരും ക്ഷീണിച്ചവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന യേശുവിന്റെ വാക്കുകൾ ഇവിടെ ഓരോ നിമിഷവും അനുഭവിക്കാൻ കഴിയും. 1530 ആദ്യമായി ഓലമേഞ്ഞ ഒരു ചെറിയ ദേവാലയം ഇവിടുത്തെ വിശ്വാസികൾക്കായി സ്ഥാപിച്ചത്. ശേഷം 1563 തിരുവിതാംകൂർ രാജാവ് ആദിത്യവർമ്മ വലിയുതറയിൽ ദേവാലയം പണിയാൻ അനുവാദം നൽകുകയായിരുന്നു. അന്നു മുതൽ ഇന്നുവരെയും ഒരുപാട് വിശ്വാസികളുടെ ആശ്രയമാണ് വലിയുതറ സെന്റ് ആന്റണീസ് ഫെറോന ചർച്ച്. ആദ്യ കാലഘട്ടങ്ങളിൽ ആഫ്രിക്കയുടെ ഫുഞ്ചൻ രൂപതയുടെ ഭാഗമായിരുന്നു വലിയുതറ പള്ളി. 1533 ഗോവ രൂപത നിലവിൽ വന്നപ്പോൾ അതിന്റെ കീഴിലായി മാറുകയും 1557 കൊച്ചി രൂപത സ്ഥാപിതമായപ്പോൾ അതിന് കീഴിലാവുകയും ചെയ്തു. കാലങ്ങൾക്കിപ്പുറം തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിൽ 10 ഫെറോനകളിൽ ഒന്നാണ് സെന്റ് ആന്റണീസ് ഫെറോന ചർച്ച്. ഫ്രാൻസിസ്കൻ ഡൊമിനിക്കൻ സന്യാസിമാരാണ് ആദ്യ കാലഘട്ടങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനം ആരംഭിച്ചത്. റായ്തുറ, രാജതുറ, റൊട്ടോറ എന്ന പേരിലാണ് വലിയുതറ ആദ്യ കാലഘട്ടങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. 2023 മാർച്ച് 9 വലിയുതറ പള്ളി നവീകരണം ആരംഭിക്കുകയും 2026 മെയ് 24 നവീകരണം പൂർത്തിയാക്കുകയും ചെയ്തു. നിങ്ങൾ സമാധാനം തേടുകയാണെങ്കിൽ അല്പനിമിഷമെങ്കിലും ഇവിടെ ചെലവഴിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും പേജ് ഫോളോ ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.